കാസർഗോഡ് നല്ലോംപുഴയിൽ KCB ജീവനക്കാരെ ആക്രമിച്ച സംഭവത്തിൽ വീട്ടുടമ ജോസഫിന്റെ മകൻ സന്തോഷിനെതിരെ പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. കേസെടുത്തതിന് പിന്നാലെ സന്തോഷ് ഒളിവിൽ പോയി. കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അരുൺകുമാറിനെ ആക്രമിച്ചതെന്നാണ് FIR പറയുന്നത്. എന്തിനാണ് മർദ്ദിച്ചതെന്ന് അറിയില്ലെന്ന് KCB ജീവനക്കാരൻ അരുൺകുമാർ 24-നോട്. പ്രകോപനപരമായിട്ട് ചേച്ചിയും മക്കളും സംസാരിക്കുകയായിരുന്നു. അവിടുന്ന് മാറാൻ വിടാത്തതിൻ്റെ വർഷമായിട്ട് ഞങ്ങൾ ഓഫീസിലേക്ക് വിളിക്കുകയും അത് സബ് എഞ്ചിനീയറായി സംസാരിച്ചു. അപ്പോൾ ഇതിനെ വിളിച്ച് ഞങ്ങളെ തിരിച്ച് വിളിച്ചിട്ട് കേടായ ഫാൾട്ടി മീറ്ററാണ്, അത് മാറണമെന്ന് പറഞ്ഞു. ഞങ്ങളത് മാറി വെച്ചിട്ട് ഒരു 50 മീറ്റർ ദൂരം വീട്ടിൽ നിന്ന് കയറി റോഡിലോട്ട് വന്നതേ ഉള്ളൂ. ഞാൻ എൻ്റെ ബൈക്കിനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അയാളുടെ ബൈക്കിനുമാണ് വന്നത്. അപ്പോൾ ഇയാൾ വീട്ടുകാരെ വിളിച്ചു വരുത്തിയിട്ട് ജീപ്പ് ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു പുറകിലെ വന്നിട്ട് ബൈക്ക്. അത് മനഃപൂർവ്വം രണ്ടാമത് റിവേഴ്സ് എടുത്ത് വീണ്ടും അയാൾ ഒന്നുകൂടി ഇടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എണീറ്റ് മാറിയില്ലെങ്കിൽ തീർച്ചയായും ജീവിതം നഷ്ടപ്പെട്ടേനെ. കാസർഗോഡ് നിന്ന് അരുൺ പാറക്കൽ വിവരങ്ങൾ നൽകുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ വളരെ കാര്യമായ ആക്രമണമാണ് നടന്നത്. നമ്മുടെ അന്വേഷണത്തിൽ എന്താ നമുക്ക് കിട്ടിയ വിവരങ്ങൾ? ഗുഡ് മോർണിംഗ്. ഇന്നലെ വൈകിട്ട് 5 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. KCB കരാർ ജീവനക്കാരനായിരുന്ന അരുൺകുമാറും സഹപ്രവർത്തകനും കൂടി ഈ ഒരു സ്ഥലത്തേക്ക്, അതായത് നല്ലോംപുഴയിലുള്ള ജോസഫിന്റെ വീട്ടിലേക്ക് മീറ്റർ മാറ്റി സ്ഥാപിക്കുന്നതിനായി എത്തിയിരുന്നു. ആ പ്രദേശത്തെ 135ഓളം മീറ്ററുകൾ KCB ഇതുപോലെ കേടായ മീറ്ററുകളൊക്കെ തന്നെ മാറ്റി സ്ഥാപിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ആ വീട്ടിലേക്ക് എത്തിയതെന്ന് അരുൺകുമാർ പറഞ്ഞു. അതിനുശേഷം ആ വീട്ടിലെത്തിയപ്പോൾ ഈ ജോസഫിന്റെ ഭാര്യയും മക്കളുമായി ചില വാക്കുതർക്കങ്ങളുണ്ടായി. ഞങ്ങളുടെ വീട്ടിലെ മീറ്റർ മാറ്റി സ്ഥാപിക്കാൻ അനുവദിക്കില്ല എന്ന തരത്തിലുള്ള ഒരു തർക്കം അവിടെ രൂപപ്പെട്ടു. അതിനുശേഷം ഈ KCB കരാർ ജീവനക്കാരൻ അരുൺകുമാർ KCB ഓഫീസുമായി ബന്ധപ്പെട്ടു. ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം ഈ മീറ്റർ മാറ്റി സ്ഥാപിച്ച് തിരിച്ചു പോകുന്ന വഴിയിൽ വെച്ചാണ് ഈ സന്തോഷ് ജീപ്പുമായി എത്തി ഇടിച്ചു തെറിപ്പിച്ചതെന്നാണ് അരുൺകുമാർ വ്യക്തമാക്കിയത്. എന്തായാലും പോലീസ് ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. വധശ്രമത്തിന് വേണ്ടിയുള്ള കേസ് എടുത്തു. അതിനുശേഷം സന്തോഷ് ഒളിവിൽ പോയി എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. പോലീസ് തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അരുൺകുമാർ മൊഴി ഇന്നലെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലെത്തി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. എന്തായാലും ഗുരുതരമായ പരുക്ക് അരുൺകുമാറിന് ഏറ്റിട്ടുണ്ട്. സ്കാൻ മൂക്കിനും അതുപോലെ തന്നെ മുഖത്തുമൊക്കെ വലിയ രീതിയിലുള്ള പരിക്കുകളുണ്ട്. ജീപ്പിലെ ജാക്കി ലിവർ ഉപയോഗിച്ചാണ് മർദ്ദിച്ചതെന്നാണ് പോലീസും പറയുന്നത്. അരുൺകുമാർ ഈ മൊഴി പോലീസിനെ നൽകിയിട്ടുണ്ട്. അരുൺ, ഇപ്പോൾ മഴ എങ്ങനെയുണ്ട് കാസർഗോഡ്? ഇന്ന് രാവിലെ മുതൽ വലിയ മഴയൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ ഒരു 5 മിനിറ്റായി കാസർഗോഡ് മഴ പെയ്യാൻ തുടങ്ങിയിട്ട്. മലയോര മേഖലകളിലും ചെറിയ തോതിലുള്ള മഴ ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ നാശനഷ്ടങ്ങളൊന്നും തന്നെ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മലയോര മേഖലകളിലും അതുപോലെ തന്നെ കാസർഗോഡ് നഗരത്തിലുമാണ് ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു അരുൺ.